ഈ സൂമിലൂടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും, അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ആയിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ 2 സഭകളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. എഫേസോസിലെ സഭ, രണ്ടാമത് സ്മിർന. ആ 2 സഭകളെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. യോഹന്നാൻ അപ്പോസ്തലന് ആ കാലത്ത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പനയാൽ അദ്ദേഹത്തെ നാട് കടത്തി. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്: തിളച്ച എണ്ണയിൽ അദ്ദേഹത്തെ ഇട്ടെങ്കിലും ദേഹത്ത് ഏൽക്കുകയോ ഒന്നും ചെയ്യാതെ സർവൈവ് ചെയ്തതുകൊണ്ട് കോപാകുലനായ ചക്രവർത്തി പറഞ്ഞു ഇവനെ നാട് കടത്തിയേക്കാൻ പറഞ്ഞു. അങ്ങനെ പത്മോസ് എന്ന ഐലൻഡിൽ അദ്ദേഹം കഠിനമായ ഒരു അന്തരീക്ഷത്തിൽ പാർക്കുന്ന സമയം, ഏഷ്യ മൈനറിൽ അഥവാ ഇന്നത്തെ ടർക്കിയിലുള്ള ആ കാലത്ത് സ്ഥാപിക്കപ്പെട്ട 7 സഭകളുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ സഭ ആണ് സ്മിർന. ആദ്യത്തെ സഭ എഫേസസ്, സ്മിർന രണ്ടാമത്തേത്, മൂന്നാമത് ഇന്ന് നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ പോകുന്നത് പെർഗം അല്ലെ പെർഗമോസിലെ സഭയെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ ആ സഭയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ന്റെ 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ സിംഹാസനമുള്ളവനെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആദരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവിടെ നിക്കോളാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വാളിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് അവളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ പറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവനെ വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം. ലെറ്റ്സ് പ്രേ. കർത്താവും ദൈവമായ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീത പ്രഭാതത്തിനായി വീണ്ടും സ്തോത്രം. നിൻ്റെ വചനം ആത്മനിയോഗത്താൽ എഴുതിയത് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു കൊടുത്ത് ദൂതൻ മുഖാന്തരം യോഹന്നാന് കൊടുത്ത് യോഹന്നാൻ എഴുതിയ ഒരു പുസ്തകമാണല്ലോ ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സഭകളെക്കുറിച്ച് ഞങ്ങൾ വായിക്കുമ്പോൾ അതിലുള്ള കുറവുകളെ എടുത്തു പറയുന്ന കർത്താവ് ഞങ്ങളുടെ കുറവുകളെ കണ്ടുണരുവാൻ ഞങ്ങളെ സഹായിക്കുകയും അവർക്ക് ആവശ്യമായ ഉത്തേജനവും പ്രബോധനവും കൊടുത്ത കർത്താവ് ഞങ്ങൾ അനുദിന ജീവിതത്തിൽ വിജയപരമായി ജീവിപ്പാൻ ആവശ്യമായ കാര്യങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് കർത്താവെ ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധി ഉണ്ടായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും വേണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സൂമിലൂടെ ഇന്ന് ബിൻസിയുമുണ്ട്. എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടത് 7 സഭകളാണ്. ഒന്നാമത് നമ്മൾ കണ്ടത് എഫേസ്യസ് ചർച്ചാണ്. രണ്ടാമത് കണ്ടത് സ്മിർനയാണ്. ഇന്ന് വായിക്കാൻ പോകുന്നത് പെർഗമോസിനെ കുറിച്ചാണ്. 4-ാമത്തെ സഭ തുയത്തൈര, 5-ാമത്തേത് സർദീസ്, 6-ാമത്തേത് ഫിലദൽഫിയ ചർച്ച്, അവസാനത്തേത് ലബോദിക്യ സഭ. ഇതിനെ വേദപഠിതാക്കൾ തിരിച്ചിരിക്കുന്നത് 7 കാലഘട്ടമായിട്ടാണ്. അതായത് AD 30 തൊട്ട് AD 100 വരെയുള്ള കാലത്തെ അപ്പോസ്തോലിക കാലഘട്ടമെന്നും എഫേസോസ് ചർച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ വിധമാണെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ സ്മിർന ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ AD 100 തൊട്ട് 313 വരെ, അതായത് പെർസിക്യൂഷൻ ക്രിസ്ത്യാനികൾ ഏറ്റവും സഹിച്ച ഒരു കാലഘട്ടമാണത്. 3-ാമത്തെ ചർച്ച് പെർഗമോസ്, അത് AD 313 തൊട്ട് AD 590 വരെയുള്ള കാലഘട്ടമാണെന്നും അന്നത്തെ സഭയെയും അന്ന് റോമൻ ചക്രവർത്തിയുടെ കീഴിൽ സ്റ്റേറ്റ് ചർച്ച് ആയിട്ട് ചർച്ചിനെ സ്വീകരിച്ച് ഭരണം നടത്തിയ കാലഘട്ടത്തെയും കുറിക്കുന്നു. അതുപോലെ 4-ാമത്തേത് തുയത്തൈര, അത് 590 തൊട്ട് AD 1517 വരെയുള്ള കാലഘട്ടമാണെന്നും അത്
പേപ്പൽ ചർച്ച് അല്ലെങ്കിൽ പോപ്പ് മാരുടെ ഭരണഘട ഇതിൽ കൂടുതലായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണെന്നും പറയുന്നു. അഞ്ചാമത്തെ ചർച്ച് സർദീസ് ചർച്ച്. സർദീസ് ചർച്ച് AD 1517 തൊട്ട് 1730 വരെയുള്ള കാലഘട്ടമാണെന്നും അത് റിഫർമേഷൻ ടൈം ആണ് എന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതുപോലെ 1730 തൊട്ട് 1900 വരെയുള്ള വർഷങ്ങൾ ഫിലദൽഫിയ ചർച്ചിൻ്റെ കാലഘട്ടമാണ്. അതിനെ മിഷണറി ചർച്ച് കാലഘട്ടം ആയിട്ട് പഠിക്കുന്നു. അതുപോലെ ഏഴാമത്തെ ചർച്ച് ലവോദിസിയ അല്ലെങ്കിൽ ലവോദിക്ക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. 1900 തൊട്ട് പ്രസൻറ്റ് ഇന്ന് വരെയുള്ള കാലഘട്ടം അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരെയുള്ള കാലഘട്ടം അത് അപ്പോസ്റ്റേറ്റ് ചർച്ച് എന്ന് പറയുന്നു. കാരണം ഈ കാലഘട്ടത്തിലാണ് ധാർമ്മികമായി സഭ ഏറ്റവും അധിപതിച്ചിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ആ കാലത്തെ അപ്പോസ്റ്റേറ്റ് ചർച്ച് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് സഭ പീഡനത്തിലൂടെ കടന്നു പോവുകയും അപ്പോസ്തോലിക കാലഘട്ടത്തിലും പെർസിക്യൂഷൻ അഥവാ അനേക സഫറിങ്ങിലൂടെ കടന്ന കാലഘട്ടത്തും സഭ വളരെ ശുഷ്കാന്തിയോടും എരിവോടും വളരെ തീഷ്ണതയോടും തീവ്രതയോടും ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അതിനുശേഷമുള്ള കാലഘട്ടത്തെ പല അന്ധകാര യുഗം എന്ന കാലഘട്ടത്തെ പറയുന്നു. അനേക അന്ധവിശ്വാസങ്ങൾ സഭയിലേക്ക് കടന്നു വരുവാനിടയായി. ആദിമസഭ വീടുകളിൽ കൂടി അതിനുശേഷം അവർ ദൈവത്തെയും ഭയന്ന് അതുപോലെ ശത്രുക്കൾ അവരെ കാട്ടിക്കൊടുക്കുവാനുണ്ട്, ചൂണ്ടിക്കൊടുക്കുവാനുണ്ട്. അങ്ങനെയുള്ള ഇതിലൂടെ ആ കഷ്ടതയിലൂടെ വന്നതുകൊണ്ട് അവർ വളരെ തീഷ്ണതയോടുകൂടെ ദൈവത്തിന് വേണ്ടി ജ്വലിച്ചു നിന്നു. ഹല്ലേലൂയ. എന്നാൽ ഭയമെല്ലാം മാറി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആയത് തൊട്ട് പേപ്പൽ ഭരണകാലത്തൊക്കെ നടന്ന പല അന്ധവിശ്വാസങ്ങൾ സഭയിലേക്ക് കടന്നു വരുവാനിടയായി. ഞാൻ ആരെയും പ്രീണിപ്പിക്കുവാനോ വിഷമിപ്പിക്കാനോ പറയല്ല. AD 300 മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങി. വേദപുസ്തകം പറയുന്നു, അവനവൻ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം ലഭിക്കും എന്ന് പറയുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനവുമില്ല എന്ന ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നു. AD 300 ക്രൂശിൻ്റെ ചിഹ്നം സഭ ഏറ്റെടുത്തു. അതിന് മുമ്പ് അങ്ങനെ ചിഹ്നം എടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. AD 375 വിശുദ്ധന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ, അത് ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല എന്ന് സഭ പഠിപ്പിച്ചെങ്കിൽ 375 വിശുദ്ധന്മാരെ ആരാധിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നു. 394 കർത്തൃമേശ, കർത്താവിൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി തന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്താൻ സഭയെ കർത്താവ് ഏൽപ്പിച്ചെങ്കിൽ അത് തിരുബലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചിത്രിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ അപ്പം സാക്ഷാൽ ശരീരവും ഈ വീഞ്ഞ് സാക്ഷാൽ രക്തവുമാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഇത് ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് തരുന്നു, എൻ്റെ രക്തം നിങ്ങൾക്ക് തരുത്തി, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്പോൾ ഈ കാണുന്ന തിരുവത്താഴത്തിൽ കാണുന്ന അപ്പം യേശുവിൻ്റെ ശരീരമാകുന്നില്ല, നമുക്ക് വേണ്ടി ഞുറുക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുപോലെ വീഞ്ഞ് യേശു ചൊരിഞ്ഞ അന്നത്തെ രക്തമല്ല, ആ ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നാം ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചെങ്കിൽ ആ കർത്തൃമേശയിലൂടെ ദിവ്യ ബലിയിലൂടെ അത് രക്തവും അതുപോലെ ശരീരവുമാകുന്നു എന്നുള്ള ചിന്ത വന്നു. അതുപോലെ AD 431 കർത്താവിൻ്റെ അമ്മ മറിയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ തുടങ്ങി. അതിനു മുമ്പ് അങ്ങനെ ചെയ്തിരുന്നില്ല. പിതാവാം ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. AD 500 പുരോഹിത വേഷം സഭയുടെ ലീഡർഷിപ്പ് എടുക്കുന്ന ആൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അതിനു മുമ്പ് സാധാരണ വേഷമായിരുന്നു. അതുപോലെ 526 തൈലാഭിഷേകം, അതുപോലെ 593 ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ഒരു പഠിപ്പിക്കൽ തുടങ്ങി. അതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. അവനവൻ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനനുസരിച്ച് പ്രതിഫലം. എന്നാൽ ഈ പർഗേറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ചിന്താഗതി 593 വന്നതിലൂടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചവരുടെ ആത്മാക്കൾ ഒരു ശുദ്ധീകരണ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമെന്നും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരു റിപ്പൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ വ്യത്യാസം വന്ന് രൂപാന്തരം വരാനുള്ള സാവകാശമുണ്ടെന്നുമുള്ള പഠിപ്പിക്കലാണ്. അത് വചനാടിസ്ഥാനത്തിലല്ല. ഈ പെർഗമോസ് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഈ സഭയിൽപ്പെട്ട പലരും അന്നത്തെ ഉപദ്രവങ്ങൾ വന്നപ്പോൾ അവരോട് ചേർന്ന് കാലഘട്ടത്തിനനുസരിച്ച് അനുരഞ്ജനമായ രീതിയിലേക്ക് പോയി എന്നും
വിശ്വാസത്തിൽ നിന്ന് ചിലർ മാറി എന്നും കാണുന്നു. എല്ലാവരും അല്ല, ചിലരൊക്കെ മാറി എന്ന് കാണുന്നുണ്ട്. ഈ പെർഗമോസ് എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് BC 282 അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ശേഷം അതിൻ്റെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രീക്ക് സാമ്രാജ്യത്തെ രൂപാന്തരപ്പെടുത്തി എടുത്തു. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് മരിക്കുമ്പോൾ 4 അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ രാജ്യത്തെ വിഭജിക്കുകയാണ്. അതിൽ സെലൂക്കസ് എന്ന് പറയുന്ന ആൾ അലക്സാണ്ടറുടെ ബ്രദറിലോ ആയിരുന്നു. ആ സെലൂക്കസിൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്തിയ ഏരിയയുടെ ഹെഡ് ക്വാർട്ടറായിരുന്നു പെർഗമസ് എന്ന് പറയുന്ന സ്ഥലം. ഇത് വളരെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്ന ഒരു സമയമാണ്. എന്നാൽ BC 133 അന്നത്തെ ചക്രവർത്തി മരിക്കാറായപ്പോൾ അദ്ദേഹം അത് റോമിനെ ഏൽപ്പിച്ചു. അങ്ങനെ അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി പെർഗമോസ് തീർന്നു. ഇന്നത്തെ ടർക്കിയിലാണ് ഈ പറയപ്പെട്ട 7 സഭകളും എന്നുള്ളത്. ആ ഇരുന്ന സ്ഥലങ്ങൾ അതിൽ പലയിടത്തും ഇന്ന് ക്രിസ്ത്യാനികളില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുണ്ടായി, സ്മിർണയുടെ സ്ഥലത്ത് അനേക ചർച്ചുകൾ ഇന്നും ഉണ്ട്. അത് കൂടുതലും കോപ്റ്റിക് ചർച്ചുകളാണ്, ചിലത് കാത്തലിക് ചർച്ചാണ്, ചിലത് സിറിയക് ചർച്ചുകളാണ്. ഇങ്ങനെ പല ചർച്ചുകളായിട്ട് ഏതാണ്ട് 250 ചർച്ചുകൾ ഇന്നും സ്മിർണ ഇരുന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളിവിടെ വായിക്കുമ്പോൾ ഈ പെർഗമോസിൻ്റെ പ്രത്യേകത സാത്താൻ ഇരിക്കുന്ന ഇടം എന്നവിടെ പറയുന്നു. എന്താണ് ഈ സാത്താൻ ഇരിക്കുന്ന ഇടം എന്ന് പറയുവാൻ കാരണം? അതിൻ്റെ കാരണങ്ങളിലൊന്ന്, അവിടെ ഒന്നാമത് സൂസ് എന്ന് പറയുന്ന ദേവനെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നു. സൂസ് എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ തലവനായിട്ട് അവരാണ് പഠിപ്പിക്കുന്നത് ഗ്രീക്കുകാർ. ഈ സൂസിനെയാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രനെ അഥവാ സൂസിനെ മഹാദൈവമായി കണക്കാക്കിക്കൊണ്ട് ആരാധിക്കുന്ന ഒരു സ്ഥലം. അത് സാത്താൻ്റെ ഒരു ഹെഡ് ക്വാർട്ടർ തന്നെയാണ് എന്നാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. രണ്ടാമത്, ഒരു വടിയേൽ 2 പാമ്പുകൾ പെനഞ്ഞിരിക്കുന്ന സൈനുള്ള ഒന്ന്. അതിനെ പറയുന്നത് എസ്ക്ലേപ്പിയസ് എന്നാണ്. എസ്ക്ലേപ്പിയസ് ദേവൻ, അദ്ദേഹം രോഗശാന്തി നൽകുന്ന ദേവനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ആരാധിക്കുന്നതിന് വേണ്ടി 40 അടി ഉയരമുള്ള ഒരു യാഗപീഠമുണ്ടായിരുന്നു. അതിന് അനേക അടി വീതിയും നീളവുമുള്ള ഒരു വലിയ സ്ഥലമാണ്. അവിടെ നിരന്തരം യാഗങ്ങൾ അർപ്പിക്കുകയും പുക മേപ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സാത്താനെ ആരാധിക്കുകയാണ് ദൈവമാണെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടാണ് സാത്താൻ ഇരിക്കുന്ന ഇടം എന്നവിടെ പറയുന്നത്. മൂന്നാമത്തെ ആരാധന, റോമൻ ചക്രവർത്തിമാരെ ദൈവമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ പകരക്കാരനായി ആരാധിക്കപ്പെടുമ്പോൾ ആ ആരാധനയുടെ ഫലം പോകുന്നത് ദൈവത്തിനല്ല, അത് സാത്താന് പോയി പോകുന്നു. ദൈവമൊഴികെ ആരെയെങ്കിലും നമ്മൾ ആരാധിച്ചാൽ ആ ആരാധനയുടെ ക്രെഡിറ്റ് എടുക്കുന്നത് സാത്താനാണെന്നുള്ള പഠിപ്പിക്കലാണ് ഇവിടെ കർത്താവ് തരുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവരെ എല്ലാം കർത്താക്കളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. റോമൻ സീസറെ വിളിച്ചുകൊണ്ടിരുന്നത് കർത്താവ്. എന്നാൽ സഭ പഠിപ്പിച്ചത് യേശു ക്രിസ്തു സകലത്തിനും കർത്താവ്, യേശുവാണ് സകലത്തിനും കർത്താവ്. ഇത് പറഞ്ഞാൽ അവൻ്റെ തല വെട്ടപ്പെടും, അല്ലെ കൊല്ലപ്പെടും. എന്നാൽ ചക്രവർത്തിക്ക് ആണ്ടുതോറുമെങ്കിലും ഒരു യാഗം കഴിച്ചിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അവർ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം. എന്നാൽ ക്രിസ്ത്യാനികൾ അതിന് തയ്യാറായില്ല. ദൈവമൊഴികെ മറ്റാരെയും ആരാധിക്കില്ലെന്നും യേശു അല്ലാതെ മറ്റൊരു കർത്താവില്ലെന്നും ഇവർ തീരുമാനമെടുത്ത് മുന്നേറിയതിനാൽ പലപ്പോഴും ഇവർക്ക് പീഡനം സഹിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അതുപോലെ ഈ സീസറന്മാരെ ആരാധിക്കാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പലതും ഈ പറഞ്ഞ ഏഷ്യ മൈനറിൽ നിന്നാണ് അത് തുടങ്ങിയത്, പ്രോപ്പർ റോമിൽ നിന്നല്ല. നമ്മൾ കണ്ടല്ലോ, ആദ്യത്തെ സഭ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? എഫേസൂസ്, സ്മിർണ, അതുപോലെ ഈ പെർഗം, ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് റോമിലെ ചക്രവർത്തിയെ രാജാക്കന്മാരെ അല്ലെ ദൈവങ്ങളായിട്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യാൻ തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടൊക്കെ തന്നെയാണ്. അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മിഥ്യാമൂർത്തികൾക്ക് കൊടുത്തുകൊണ്ട്, മനുഷ്യന് കൊടുത്തുകൊണ്ട് ആരാധിക്കപ്പെട്ട ഇടമായതിനാൽ യേശു ക്രിസ്തു അതിനെ വിളിക്കുന്നത് സാത്താൻ ഇരിക്കുന്ന ഇടമാണ് ഈ ഇരിക്കുന്ന സ്ഥലം, പെർഗമം.
എന്നാൽ അവിടെ നീ വിശ്വസ്തയോടെ എന്നെ സേവിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. സാത്താൻ പാർക്കുന്ന ഇടം. കാരണം ആരാധന ലഭിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കിട്ടുന്നത് മുഴുവൻ ക്രെഡിറ്റ് എടുക്കുന്ന ആരാ? സാത്താനാണ്. നമ്മൾ ആരെ ദൈവമാണെന്ന് കരുതി ദൈവം അല്ലാത്തവർക്ക് ആരാധന കഴിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത് സാത്താനാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്കിവിടെ മനസ്സിലാകുന്നു. ഈ മർമ്മം മഹദിയാൻ ബാബിലോൺ എന്നൊരു പഠിപ്പിക്കൽ നമുക്കറിയാം. അപ്പോൾ ആ ബാബിലോൺ എംപയർ താണതിന് ശേഷം പിന്നെ അതുപോലെ മൂർത്തികളെ ആരാധിക്കുന്ന അവസ്ഥ ഉടലെടുത്തത് ഗ്രീക്ക് സാമ്രാജ്യത്തിലാണ്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ അന്ന് ഭരിക്കുമ്പോൾ ഈ ഏഷ്യ മൈനറിൽ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കർത്താവ് നമ്മളെ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ഇച്ഛിക്കുന്നത് നമ്മുടെ നിർമ്മല കന്യകയോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റാരുമായിട്ട് സഹകരണമില്ലാതെ എന്ന് പറഞ്ഞാൽ ഇടപെടാതെ ദൈവവുമായിട്ടുള്ള ഏകാഗ്രഹൃദയം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത, നിഷ്കളങ്കത, ഈ നിലയിൽ നിൽക്കുന്ന ഒരു നിർമ്മല കന്യകയെപ്പോലെ ആയിരിക്കണം സഭാവിശ്വാസികൾ എന്നുള്ള പഠിപ്പിക്കലാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ എന്നാൽ ഇവിടെ കഷ്ടവും പീഡനവും ഒക്കെ വരുമ്പോൾ ചിലരൊക്കെ അനുരഞ്ജനം, ഒരു ലൂക്ക്വാം അവസ്ഥയിലേക്ക് വന്ന് എങ്ങനെയല്ലോ ഒന്ന് അനുരഞ്ജനത്തിൽ കൊല്ലപ്പെടാതിരിക്കണം. അവിടെയും തല കാണിച്ച് ഇവിടെയും തല കാണിച്ച് നിൽക്കുക. വിശ്വാസപരമായും ഹൃദയംഗമായിട്ട് ഞങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നത്, എന്നാൽ തല പോകാതിരിക്കേണ്ടതിന് ചക്രവർത്തിക്ക് ഒരു ആരാധന കഴിച്ചു എന്നുള്ള രീതിയിൽ നിന്ന ആളുകളുണ്ട്. ലൂക്ക്വാമാണ്. എന്നാൽ അതിനെ കർത്താവ് അതിനെ ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. അതിനെ കർത്താവ് വേദപുസ്തക ഭാഷയിൽ പറയുന്ന ആത്മീയ വ്യഭിചാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റൊന്നിന് കൊടുക്കുന്നതിനെ ആ രീതിയിലുള്ള അവസ്ഥയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവിടെ പറയുകയാണ്, വായിൽ നിന്ന് ഇരുവായ്ത്തല വാളുള്ളവൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അവൻ വായിൽ നിന്ന് വാൾ പുറപ്പെടും. വാളെന്ന് പറയുന്നത് ദൈവവചനത്തെയാണ്. ദൈവവചനം. ഈ വാളെന്ന് പറയാൻ കാരണമുണ്ട്. ഈ റോമ ഗവർണർമാർ ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും ഉള്ളവർക്ക് വാളെടുക്കാനോ മറ്റുള്ളവരെ കൊല്ലാനോ അധികാരം കൊടുത്തിരുന്നില്ല എല്ലാ ഗവർണർക്കും. എന്നാൽ ഈ പെർഗമസ് അവിടെയുള്ള ഗവർണർക്ക് അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ്, ശിരച്ഛേദം ചെയ്യണമെങ്കിൽ അതിനെ കൊല്ലുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, പറഞ്ഞു തീർക്കാനുള്ള ഒരു ജുഡീഷ്യൽ, ഒരു ജഡ്ജ് വിധിക്കുന്നത് പോലെ വിധിച്ച് പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള അധികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വാളുകൊണ്ട് കൊല്ലുവാൻ അധികാരം ഈ സ്ഥലത്തെ ഗവർണർക്കുള്ളതുകൊണ്ട് യേശുവിൻ്റെ ഭാഷ്യം അതുതന്നെയാണ്. വായിൽ നിന്ന് ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നു. വചനത്തെ കാണിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, അന്തിക്രിസ്തുവിനെ തൻ്റെ വായിൻ വചനത്താൽ കർത്താവ് ഇല്ലാതാക്കുന്നു. വായിൻ വചനത്താൽ ഇല്ലായ്മയിൽ നിന്നുള്ളതുപോലെ പ്രപഞ്ചത്തെ സൃഷ്ടി ചെയ്യുന്ന മഹാദൈവം, അവൻ്റെ വചനത്തിന് ക്രിയാത്മകമായ ശക്തിയുണ്ട്. അവനെ ശത്രുവിനെ നിഗ്രഹിക്കുവാനുള്ള ശക്തിയുമുണ്ട്, ഇല്ലാതാക്കുവാനുള്ള ശക്തിയുമുണ്ട്. അപ്പം സഭയ്ക്ക് ആവശ്യം ദൈവവചനം അനുസരിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ലോകത്തോട് അനുരഞ്ജനം പ്രാപിപ്പാൻ പാടില്ല. ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ ബിംബത്തെ ആരാധിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിംബത്തെ ആരാധിക്കാം, കുഴപ്പമില്ല. എന്നാൽ അതിനെതിരായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ അതിനെതിരായിട്ട് തന്നെ നിൽക്കുന്ന നിലപാട്, ദൈവവചനത്തിന് അനുരൂപമായി അതിൻ്റെ വാക്കിൽ ഉറച്ച് വിശ്വസിക്കുകയും അതിനെ ജീവിതത്തിൽ പ്രമാണമാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് കാക്ഷിക്കുന്നത് എന്നുള്ള സത്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. പാപിയെ പാപത്തിൽ നിന്ന് വേർപിരിക്കുന്നത് യേശുവിൻ്റെ വചനമായ വാളാണ്. സന്ധി മജ്ജകളെ തമ്മിൽ വേർതിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, അതിന് പവറുണ്ട്. അത് ഇരുവായ്ത്തല വാൾ പോലെയുള്ളതാണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇരുവായ്ത്തല എന്ന് പറയുമ്പോൾ മുറിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ തന്നെ മറ്റേ സൈഡ് കൊണ്ട് ഒരു ശരീരത്തിൽ വൂണ്ടുണ്ട്, അവിടെ പഴുപ്പുണ്ടെന്ന് വിചാരിച്ചു. അതിനെ കുത്തി ആ പഴുപ്പ് കളഞ്ഞ് അതിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തിയും ഈ വാളിനുണ്ട്. ഇരുവായ്ത്തല ഒന്ന് വെട്ടാനും കൊല്ലാനും ഉപയോഗിക്കുന്നെങ്കിൽ മറ്റേ സൈഡ് വൂൺസ്, അവിടെ മുറിവുണ്ടാക്കി ആ പഴുപ്പ് കളഞ്ഞിട്ട് അതിനെ കരിവിലേക്ക് കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. എതിർ ക്രിസ്തുവിനെ അന്ത്യകാലത്ത് കർത്താവ് നശിപ്പിക്കുന്നത് തൻ്റെ വായിലെ വാളുകൊണ്ടാണ്. വായിൻ വചനത്താൽ അവനെ ഇല്ലാതാക്കുന്നു.
അപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അതുപോലെ ഈ റോമ ഗവൺമെൻറ്റിൻ്റെ ആ ഭാഗത്തുള്ള ചിഹ്നം വാളായിരുന്നു. ആ വാള് ചിഹ്നമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിൽ നിന്നുള്ള വാൾ എന്നുള്ള ചിത്രീകരണം പറയുന്നത്. ഓരോ ദേശത്തും അനുസരിച്ചുള്ള പദപ്രയോഗങ്ങളാണ് കർത്താവ് തന്നെക്കുറിച്ചിവിടെ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിന് പവറുണ്ട്. നമുക്ക് രൂപാന്തരം വരുത്തുന്നത് ഇടിവെട്ടുമ്പോഴല്ല, നമുക്ക് രൂപാന്തരം വരുന്നത് വചനം കേൾക്കുമ്പോഴാണ്, ദൈവവചനം കേൾക്കുമ്പോഴാണ്, ദൈവവചനം വായിക്കുമ്പോഴാണ്. അതിന് ക്രിയാത്മകമായ ശക്തിയുണ്ട്, രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾക്ക് വ്യതിയാനം വരുത്തുവാനുള്ള ശക്തിയുണ്ട്, സൃഷ്ടി ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. സൃഷ്ടി എന്ന് ഞാൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മം ഒരു സൃഷ്ടിയാണ്. ഞാൻ ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ കണ്ടല്ലോ, അത്ഭുതകരമായി നീ എന്നെ സൃഷ്ടിച്ചു, നിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ സുവോളജി മേജർ എടുത്ത് പഠിച്ച ഒരു മനുഷ്യനാണ് ഡിഗ്രിക്ക്. അപ്പോൾ അവിടെ ഈ മൈറ്റോകോൺട്രിയ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഓരോ സെല്ലിൻ്റെയും. അപ്പോൾ അതിന് അഡനൈൻ, ഗാനൈൻ, തൈമൈൻ, സൈറ്റോസൈൻ, ഇങ്ങനെ 4 പാർട്ടാണ് അവിടെ, കാര്യങ്ങളാണ് ഉള്ളത്. ഇത് തമ്മിൽ കൂടിക്കലർന്ന് നമ്മൾ 2 വാക്ക് ഉപയോഗിച്ച് ഓരോ അക്ഷരം ഉണ്ടാക്കി, ഓരോ വാക്ക് 2 ലെറ്റർ കൊണ്ട് ഒരു അക്ഷരം ഉണ്ടാക്കുന്നത് പോലെ ഒരു ലാംഗ്വേജാണ് ബയോളജിക്കൽ ഫീൽഡിൽ ഈ അഡനൈൻ, തൈമൈൻ, സൈറ്റൈൻ, ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ. അന്ന് പഠിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് 50 ലൈനുള്ള 500 പേജുള്ള ഒരു പുസ്തകം ഉണ്ടെന്നിരിക്കട്ടെ. അതേ ഗുണം 50 വോളിയം ഉള്ള ഒരു പുസ്തകത്തിന് സമാനമായ ഒരു വോളിയമാണ് ഒരു മനുഷ്യൻ്റെ മൈറ്റോകോൺട്രിയ അല്ലെ DNA-യുടെ ആ ലാംഗ്വേജ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ബയോളജിക്കൽ ടേമിൽ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അത്ര വിശാലവും സങ്കീർണവുമായ രീതിയിലാണ് നമ്മുടെ സൃഷ്ടി. അത് തിരുവചനത്തെ വായിച്ചപ്പോൾ ഞാൻ ആ പണ്ട് പഠിച്ചത് ഓർത്തുപോയി. അതായത് 50 ലൈനുള്ള ഒരു പേജ്, അങ്ങനെയുള്ള 500 പേജുള്ള ഒരു പുസ്തകം, ഒരു വോളിയം, അങ്ങനെയുള്ള 50 വോളിയം ചേർന്നാൽ ഉള്ള ലൈബ്രറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ ജനറ്റിക്സിൽ ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കാര്യം. ഹല്ലേലൂയ. ഇത് വളരെ കോംപ്ലക്സ് ആണ്, അല്ലാതെ ഇവോൾവ് ചെയ്ത് അങ്ങനെയൊന്നും ഉണ്ടാകാൻ ഒക്കത്തില്ല. സൃഷ്ടിക്ക് ഉണ്ടാകാൻ സാധ്യമല്ല, മനുഷ്യന് ആയിത്തീരുവാൻ കഴിയില്ല. ഇവർ ബുദ്ധിമാന്മാരാണെന്നാണ് പറയുന്നത് നിരീശ്വരന്മാർ. എന്നാൽ ശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അങ്ങനെ ഉണ്ടാകാൻ കഴിയുന്നുള്ള ഒരു കാര്യമല്ല, ഇവോൾവ് ചെയ്തുണ്ടാകാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ അഭിനന്ദിക്കുകയാണ് സഭയെ. 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ എവിടെ പാർക്കുന്നുവെന്നും സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിശ്ചയിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മതി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ എന്താ കണ്ടത്? അഭിനന്ദിക്കുകയാണ്. നിൻ്റെ സാഹചര്യം വളരെ എതിരാണ് വിശ്വാസമായിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ. നിനക്ക് എതിർപ്പുകളുണ്ട്, വാളുണ്ട്. എന്നാൽ ആ ചുറ്റുപാടിലും നീ എന്നെ ത്യജിച്ച് കളയാതെ നിൻ്റെ വിശ്വാസം മുറുകെ പിടിച്ച് നിന്നു. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിൻ്റെ സാക്ഷ്യം നീ വിട്ടില്ല, നീ എനിക്ക് വേണ്ടി ഉറച്ചു നിന്നു. അങ്ങനെയുള്ള ചിലർ ഈ പെർഗമം എന്ന് പറയുന്ന സഭയിലുണ്ട്. ലോകത്തോട് അനുരൂപമാകാതെ വിശ്വാസത്തിന് വേണ്ടി നേരെ നിന്നു. ഈ അന്തിപ്പാസ് എന്ന് പറയുന്ന ആളിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തെ വാർപ്പെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓട് കൊണ്ടുള്ള ഒരു ഫ്രെയിം, ആ ഫ്രെയിമിനകത്ത് ഇദ്ദേഹത്തെ കയറ്റിയിട്ട് തീയിലിട്ട് പഴുപ്പിച്ച് ഇത് പഴുക്കും. ആ ചൂടേറ്റ് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ് അന്തിപ്പാസ്. ക്ലമൻ്റ് എന്ന് പറയുന്ന സഭാപിതാവ് അത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. അന്തിപ്പാസ് വിശ്വാസത്തിന് വേണ്ടി നേരെ നിന്നു, വിശ്വാസം ത്യജിപ്പാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ കൊന്നത് ഈ രീതിയിലാണ്. ഒരു കാളയുടെ രൂപത്തിലുള്ള ഒരു അതിൻ്റെ അകം പൊള്ളയാണ്. ആ പൊള്ളയുടെ ഭാഗത്ത് ഇദ്ദേഹത്തെ ജീവനോടെ വെച്ചിട്ട് തീയിലിട്ട് ദഹിപ്പിച്ച് കൊല്ലുന്ന അവസ്ഥ. അങ്ങനെ അന്തിപ്പാസ്, എൻ്റെ ഉത്തമ സാക്ഷി, മാർട്ടിയർ, കൊല്ലപ്പെട്ട കാലത്ത് നീ എന്നെ വിശ്വാസം ത്യജിക്കാതെ നിന്നു. അവരെ അഭിനന്ദിക്കുകയാണ്.
ആ, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ സൗഖ്യത്തിന് വേണ്ടി അവർ കടന്നു വരുന്നത് ദേവൻ. അദ്ദേഹം ഇപ്പോഴും നമ്മളറിയാം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ അതുപോലെ മെഡിക്കലുമായിട്ടുള്ള എന്തെങ്കിലും റിലേഷനുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടുത്ത് ചെന്നാൽ ഈ എംബ്ലം കാണാം. അവിടെ ആരാധിക്കുന്ന ദേവൻ്റെ ചിഹ്നമാണ് അവിടെ കാണുന്നത്. ഒരു തടി കഷ്ണത്തേൽ രണ്ട് സൈഡിൽ നിന്നും പെനഞ്ഞ് സർപ്പത്തിൻ്റെ രണ്ട് തല ഇങ്ങനെ വന്നിരിക്കുന്ന ആ അവസ്ഥ. സാത്താൻ ഇരിക്കുന്ന ഇടം പ്രതികൂലമുണ്ട്. എന്നാൽ നീ എന്നെ ത്യജിച്ചിട്ടില്ല, നീ വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിഗ്രഹ ആരാധന ദൈവം വെറുക്കുന്നു. ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കുകയോ ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കി ആരാധിക്കുകയോ ചെയ്തരുതെന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്ന ഭരണകൂടമോ വ്യവസ്ഥയോ ഉള്ളപ്പോൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, നീ വിശ്വാസം പിടിച്ചു നിന്നു. ഈ വിഗ്രഹത്തെ, ഈ സർപ്പത്തിൻ്റെ ഷേപ്പുള്ള ഈ വിഗ്രഹത്തെ ആരാധിക്കുന്ന സ്വഭാവക്കാരായിരുന്നു പെർഗമോസിലുള്ള കൂടുതൽ ആളുകൾ. സൗഖ്യം കിട്ടാനുമൊക്കെ അവരതാ ചെയ്തിരുന്നേ. എന്നാൽ നീ നിൻ്റെ വിശ്വാസം ത്യജിച്ചില്ല. അതുപോലെ ചക്രവർത്തി ആരാധിക്കുന്ന അനുഭവം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൂസ് അല്ലെങ്കിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവനെ ആരാധിക്കുന്ന സമയം, ഈ വിഗ്രഹങ്ങൾക്കൊന്നും അതിൻ്റെ മുമ്പ് മുട്ടുമടക്കാതെ നീ സത്യത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് അവരെക്കുറിച്ച് പറയാനുള്ളത്. ആ പീഡനത്തിന് കാരണം എന്താണ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ കർത്താവ് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവങ്ങളുണ്ടാകും. ദൈവവചനം പറയുക, ഏത് കാലഘട്ടത്തും ഒരു വിശ്വാസത്തിന് വേണ്ടി നേരെ നിൽക്കാൻ കരുതിയാൽ, നാമധേയമായി ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവരുടെ രാജ്യത്താണെങ്കിൽ പോലും എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ഒരു വ്യക്തിക്ക് വിശ്വാസ ജീവിതം ദൈവവചനത്തിനനുസരിച്ച് ജീവിപ്പാൻ പ്രയാസമാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ പ്രയാസമുള്ള സ്ഥാനത്ത് നീ നേരെ നിൽക്കണം. നിൻ്റെ വിശ്വാസം ത്യജിക്കാതെ നീ നേരെ നിൽക്കണം. അവിടെ പറയുന്നു, ചക്രവർത്തി ആരാധിച്ചാലേ രക്ഷയുള്ളൂ, അവൻ രക്ഷകനാണ്, സീസർ ഈസ് ലോർഡ് എന്നവർ പഠിപ്പിച്ചു. എന്നാൽ ഇവർ വിളിച്ചു പറയുന്നത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല, അവൻ മാത്രമേ ഉള്ളൂ കർത്താവ് എന്ന് പറഞ്ഞാൽ തല പോകുമോ? പോകും. ആ സ്ഥലത്ത് പിടിച്ചു നിന്നതാണ് പെർഗമസിലെ സഭ. ഇപ്പം ഇന്ത്യയിൽ അവർ ശ്രമിക്കുന്നുണ്ട്, എന്താ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയ ശ്രീരാമൊക്കെ വിളിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അടുത്ത ഭാവിയിൽ ഈ ഭരണകൂടം തന്നെ തുടർമാനമായിട്ട് വന്നാൽ അവർ നസ്രാണിയെ കൊണ്ടും വിളിപ്പിക്കാൻ നോക്കും. വിളിപ്പിച്ച ചരിത്രമുണ്ട്. എന്നാൽ അതിൻ്റെ മുൻപിലും എൻ്റെ യേശു മാത്രമാണ് ദൈവം കർത്താവ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. ഇത് ഇന്ത്യ വരത്തില്ലെന്നോ അമേരിക്കയെ സംഭവിക്കത്തില്ലെന്നോ അത് 1-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെ നടന്ന് ഇനി നടക്കത്തില്ലെന്നോ നാം ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് രാജ്യത്തും ഈ പ്രതികൂലങ്ങളുണ്ടാകാം. എന്നാൽ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ലോകത്തോട് അനുരഞ്ജനപ്പെട്ട് ജീവിക്കുക അല്ല ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. യേശുവിന് വേണ്ടി നേരെ നിൽക്കണം. അവിടെ പറയുന്നു, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സഭയാണ് പെർഗമോസിലെ സഭ. എതിർപ്പുകളുടെ മധ്യത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നുണ്ട്, താൻ എന്തിനാ പത്മോസിലേക്ക് പോകേണ്ടി വന്നതെന്ന്. വെളിപ്പാട് പുസ്തകം 1:5 പറയുന്നു, വിശുദ്ധ സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പുരാതന്മാർക്ക് അധിപതിയുമായ യേശു പറയുകയാണ്. എന്നിട്ട് യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചതുകൊണ്ടാണ് ഈ യോഹന്നാൻ അപ്പോസ്തലന് എവിടേക്ക് പോകേണ്ടി വന്നത്? പത്മോസ് ഐലൻഡിലേക്ക് കടന്നു പോകേണ്ടി വന്നത്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഇവരെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് യേശു പറയുകയാണ്, എനിക്ക് അല്പം കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആ കുറ്റം പറയുന്നത് ഇതാണ്. നമ്പർ 1, ബിലയാമിൻ്റെ ഉപദേശം കൊള്ളുന്ന ചിലർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ബിലയാമിനെ നമുക്ക് പരിചയമുണ്ടോ? പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ബിലയാം, ഇസ്രായേൽ ജനത മിസ്രയീമിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ഇസ്രായേൽ ജനതയെ നശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവരെ ശപിക്കാനായിട്ട് ബിലയാമിനെ അവിടുത്തെ രാജാവ് കൂലി കെടുക്കുന്നുണ്ട്. എന്നാൽ ബിലയാം 1-2 സ്ഥലത്ത് നോക്കിയിട്ടും
തനിക്ക് ശപിക്കാൻ നോക്കിയിട്ട് ശാപം വരുന്നില്ല, അനുഗ്രഹിക്കുക പകരം. മൂന്നാമത്തെ ഒരിടത്ത് കൊണ്ടു നിർത്തി. അപ്പോഴും അദ്ദേഹത്തിന് പറയുകയാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോടുകൂടി ഇടപെടുന്നതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ പോകാൻ നേരത്ത് പുള്ളിക്ക് കാശും വേണം, പണക്കൊതി ഉണ്ടായിരുന്നു. ദൈവ ശബ്ദമൊക്കെ കേൾക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ഈ മനുഷ്യനൊരു പണക്കൊതിയനായിരുന്നു. അപ്പോൾ അദ്ദേഹം രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇവർ വിശുദ്ധരായി ജീവിക്കുന്നിടത്തോളം കാലം ഇവരെ ഉപദ്രവിക്കാനോ തകർക്കാനോ കഴിയത്തില്ല, ഇവരെ നമ്മൾ നശിപ്പിക്കണം. എനിക്ക് വേറൊരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്തെന്നറിയാമോ, നിങ്ങളുടെ പെൺകുട്ടികളെയൊക്കെ അയച്ച് ഇവരെയൊക്കെ അങ്ങ് മെസ്സപ്പാക്കണം. ഇവരെയൊക്കെ മിശ്ര വിവാഹം അല്ലെങ്കിൽ അവിശ്വാസിയുമായിട്ട് ഇണവില്ല പിണ കൂടരുതെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഇവരുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് വിവാഹബന്ധമൊക്കെ പുലർത്തി അവരെ കറപ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ നശിപ്പിക്കാൻ കഴിയും. ശാപം അവർ തന്നെ വലിച്ച് തലകയറ്റിക്കോളും. നമുക്കറിയാം, പിന്നീട് 25,000 പേർ ഒറ്റ ദിവസം സംഹാരിയാൽ നശിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ജനം പരസംഗം ചെയ്തു എന്നവിടെ എഴുതിയിരിക്കുന്നു. നിഗ്രഹമുണ്ടായി അവരുടെ മധ്യേ. അപ്പോൾ ദൈവവചനം വിട്ട് അശുദ്ധിയിൽ ജീവിച്ചാൽ അവരുടെ ശാപം വലിച്ച് തന്നെത്താൻ തലയിൽ വെൽക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഇവരെ ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി. ഈ ഉപദേശം സ്വീകരിക്കുന്ന ചിലർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇമ്മോറലായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ചിലർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ തന്നെ പറയുകയാണ്, നിക്കോലോവ്യരുടെ ഉപദേശം കൊള്ളുന്ന ചിലരുണ്ട്. ഈ നിക്കോലോവ്യരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ല, 5-ാം നൂറ്റാണ്ട് വരെ പുരോഹിത വസ്ത്രമൊന്നും ക്രിസ്ത്യാനിയിലെ ലീഡർഷിപ്പ് വഹിക്കുന്നവർക്കുണ്ടായിരുന്നില്ല, സാധാ വസ്ത്രമേ ഉള്ളായിരുന്നു. ഈ നിക്കോല്യ ഉപദേശം എന്ന് പറഞ്ഞാൽ, മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുത്തനായ നിക്കോളാസ് എന്ന് പറയുന്ന ആൾ ഒരു ഉപദേശം കൊണ്ടുവന്നു. ഈ അന്മേയെയും തിരുമേനിയെയും തമ്മിലൊന്ന് വേർതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തിരുമേനി അല്ലെങ്കിൽ ഇങ്ങനെ ലീഡർഷിപ്പ് വഹിക്കുന്നവർക്ക് പ്രത്യേക വസ്ത്രം വേണമെന്നുള്ള ഒരു പഠിപ്പിക്കൽ കൊണ്ടുവരികയും ആ ഉപദേശം സ്വീകരിക്കുക 5-ാം നൂറ്റാണ്ടിൽ ഹൈറാർക്കിയിൽ അഥവാ ക്ലർജിക്ക് ഒരു പുരോഹിത വസ്ത്രം എന്നുള്ള നിലപാട് വന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല. ഇസ്രായേൽ മക്കളെക്കുറിച്ച് മരുഭൂമിയിൽ ദൈവം പറയുന്നു, നിങ്ങളെല്ലാവരും പ്രവാചകന്മാരായിരിക്കാൻ ഞാൻ കാക്ഷിക്കുന്നു. എന്നാൽ ജനം എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളോട് ദൈവം നേരിട്ട് സംസാരിക്കേണ്ട, മോശയോട് സംസാരിക്കുന്ന പോലെ. മോശ കേട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം നേരെ കേൾക്കണ്ട. ക്രിസ്തീയ സഭയോടും ദൈവം പറഞ്ഞു, നിങ്ങളോ, പത്രോസിൽ കൂടെ പറയുകയാണ്, അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പത്രോസ് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം. അപ്പം വിശ്വാസികളെക്കുറിച്ച് കർത്താവ് ദൈവവചനത്തിലൂടെ പറയുന്നത്, പത്രോസിൽ കൂടെ പറയുന്നത്, നമ്മൾ രാജകീയ എന്ന് പറഞ്ഞാൽ റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. ഓരോ വിശ്വാസിയും പ്രീസ്റ്റാണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യസ്ഥൻ എന്നുള്ള അർത്ഥമാണ്. ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൽ നിന്ന് കേട്ട് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നവനാണ് പുരോഹിതൻ. ഓരോ വിശ്വാസിയും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ചുറ്റുപാടുകളിലുള്ളവർക്ക് വേണ്ടി, നശിച്ചു പോകുന്ന കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കേണ്ട പുരോഹിതനാണ് ഓരോ വിശ്വാസിയും. ഹല്ലേലൂയ. ആ രീതിയിലാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ദൈവവചനത്തിനനുസരിച്ച് മുന്നേറാനാണ് ദൈവം നമ്മോട് കൽപ്പിക്കുന്നതും ആജ്ഞാപിക്കുന്നതും. അങ്ങനെ ബിലിയാമിൻ്റെ ഉപദേശം നമുക്കറിയാം. ഭക്തികെട്ട ജീവിതം നയിക്കുമ്പോൾ തന്നെ ശാപം വന്നോളൂ, അവർ നശിച്ചോളും. ഹല്ലേലൂയ. ഈ ഹോശേയ പുസ്തകത്തിൽ ഒരു വാചനം പറയുന്നുണ്ട് ഇങ്ങനെ, അതിൻ്റെ 4:8 അവർ, പുരോഹിതന്മാരെക്കുറിച്ച് പറയാം, എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. പാപം പോക്കാനാണല്ലോ യാഗം. എന്നാൽ കർത്താവ് പറയുന്നു, അവസാന യാഗം കർത്താവാണ്. ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. ക്രിസ്തേശു കാൽവറി ക്രൂശിലൂടെ ബലിയായി യാഗമായതോടുകൂടി, മാനവരാശിക്ക് വേണ്ടി യാഗമായതോടുകൂടി ആ യാഗശുശ്രൂഷ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ ഉദ്ദേശം ഇവിടെ ഈ സഭ പെർഗമം എന്നുള്ള സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, സഭയെ തേജസ്സോടെ മുൻനിർത്തണം, നിഷ്കളങ്കതയോടെ നിർത്തണം, കപടമില്ലാത്ത അവസ്ഥയിൽ നിർത്തണം,
മാലിന്യമില്ലാത്ത അവസ്ഥയിൽ നിർത്തണം. ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ നിലനിൽക്കണം. ഒരു മനുഷ്യൻ ഭക്തനാണ്, വിശ്വാസിയാണ്, അവനിൽ അവൻ പാപമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ ദൈവവചനത്തിനനുസരിച്ച് പോകണം. ഉപദേശത്തിൻ്റെ വിശുദ്ധി നമ്മൾ കാക്കുമ്പോൾ തന്നെ ജീവിത വിശുദ്ധിയും കാക്കണം. ഒരു 2 രീതിയിലുള്ള വിശുദ്ധിയാണ് ഉള്ളത്. ഉപദേശ വിശുദ്ധി, 2 ജീവിത വിശുദ്ധി. പാപത്തിൽ നിന്ന് ഒരുവൻ സ്വയം മാറുകയും അത് നമ്മുടെ ജീവിത വിശുദ്ധി. ഉപദേശ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായുള്ളതിനെ മാറ്റിവെച്ചിട്ട് ദൈവവചനത്തിന് അനുചിതമായ രീതിയിൽ തല പോകേണ്ടി വന്നാലും നേരെ നിൽക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ വിശുദ്ധിയോടെ ധീരതയോടെ നിൽക്കണമെന്നുള്ളതാണ് സഭയോട് പറയാനുള്ളത്. എന്നിട്ട് ഇവിടെയും കർത്താവിന് മറ്റ് 2 സഭകളോട് എഫേസോസിലെ സഭയോട് പറയാനുള്ളത് പോലെ പറയാനുണ്ട്. നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുപോയി, കുറവ് പറയുക എഫേസോസിലെ സഭയോട്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, നീ മാനസാന്തരപ്പെടണം, നിൻ്റെ കുറവുകളെ കണ്ടറിയണം. ഒരു ഭക്തൻ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, ദൈവത്തോട് ഏറ്റുപറയണം. നമ്മൾ ഓരോ ദിവസവും ഏറ്റുപറയേണ്ടവരാണ്. നമ്മുടെ പാപങ്ങളെ, കുറവുകളെ, ദൈവസന്നിധിയിൽ വീണുപോയിട്ടുള്ള താഴ്ചകളെ നമ്മൾ ഏറ്റുപറഞ്ഞ് കറപ്റ്റഡായിട്ടുള്ള അവസ്ഥയിൽ നിന്നും കറക്റ്റഡായിട്ടുള്ള അവസ്ഥയിൽ നിലനിൽക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ മുഖ്യമായ ഒന്നാണ് മാനസാന്തരപ്പെടണം. സ്നാപക യോഹന്നാൻ്റെ പഠിപ്പിക്കലിൻ്റെ മുഖ്യ പ്രസംഗ വിഷയം മാനസാന്തരപ്പെടണം. ഇന്ന് സഭയോടും കർത്താവിന് പറയാനുള്ളത്, നീ മാനസാന്തരപ്പെടണം. നിനക്ക് ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന വിശ്വാസ തീഷ്ണത ഇന്നില്ലെങ്കിൽ നീ മാനസാന്തരപ്പെടണം. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണമെന്നുള്ളതാണ് കർത്താവിൻ്റെ അറിയിപ്പ്. ഇവിടെ സഭയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് 16-ാം വാക്യത്തിൽ. അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അടുത്ത വാക്യം നമ്മൾ കാണുന്നത്, മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നിങ്ങൾക്ക് തരും. റിവാർഡാ. നീ വിശ്വാസം കാത്ത് നിഷ്കളങ്കതയിൽ നിൽക്കുന്നതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നിനക്ക് തരും. മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന അപ്പം ആരാ? കർത്താവായ ക്രിസ്തു പറഞ്ഞത് അത് ഞാനാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, സാക്ഷാൽ അപ്പം ഞാനാണ്. നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയിൽ പറയും, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഗോതമ്പ് മണി ദൈവ കോപാഗ്നിയിൽ വെന്ത് പൗഡറായി നമുക്ക് വേണ്ടി രൂപാന്തരപ്പെട്ട അതായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. ഈ അപ്പത്തെ ജീവൻ്റെ അപ്പം മനുഷ്യർക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെടുകയാണ്. ദൈവ ക്രോധ അഗ്നിയിൽ ആ അപ്പം രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്, തിരുനിവാസത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 2-3 ഐറ്റങ്ങളുണ്ട്. അതിലൊന്ന് എന്താണ്? ഈ മന്നയാണ്. ദൈവം അവർക്ക് കൊടുത്ത മന്ന. അതുപോലെ അവസാനമായിട്ട് അവിടെ നമ്മൾ കാണുന്നു, റിവാർഡായിട്ട് വെള്ളക്കല്ല് ഞാൻ നിനക്ക് തരും. ഈ വെള്ളക്കല്ലെന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ റാന്നിയിലൊരു സ്ഥലമുണ്ട് വെള്ളക്കല്ലെന്ന്. ആ കല്ല് തരുമെന്നല്ല അർത്ഥം. വെളുത്ത കല്ലെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ റോമൻ ഭരണകാലത്ത് അവിടെയുള്ള ആളുകളെ ഗസ്റ്റായിട്ട് രാജ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചാൽ അവർക്ക് ഇന്നത്തെ പോലെ ഇൻവൈറ്റിംഗ് കാർഡല്ല കൊടുക്കുന്നത്, ഒരു വെള്ളക്കല്ലല്ല അവരുടെ പേര് എഴുതി വെച്ചേക്കും. അപ്പോൾ അവരവരുടെ പേര്, ഇപ്പോൾ എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ എൻ്റെ പേര് ഒരു വെള്ളക്കല്ലയിൽ എഴുതി എൻ്റെ കാണും, കിട്ടും. അപ്പം ഞാൻ ഇൻവൈറ്റഡാണ്. അപ്പോൾ രാജകൊട്ടാരത്തിൻ്റെ വാതിക്കൽ കൊടുത്ത് ഈ കല്ല് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്നെ അകത്ത് കയറ്റി വിടും. അപ്പോൾ ഇതിന് പല അർത്ഥങ്ങളുണ്ട്. വിജയികൾക്ക് കൊടുക്കും ഈ വെള്ളക്കല്ല്. അതുപോലെ ഒരുവൻ്റെ കുറ്റം ക്ഷമിച്ച് കിട്ടുമ്പോൾ അവന് കൊടുക്കുന്ന വെള്ളക്കല്ലും, അവനെ പണിഷ് ചെയ്യാനാണെങ്കിൽ കറുത്ത കല്ലും കൊടുക്കും. വെള്ളക്കല്ല് പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. ഒരു രാജാവ് ഈ വെള്ളക്കല്ല് കൊടുക്കുന്നത് തനിക്ക് സഹിത്വമുള്ളവർക്കാണ്, തൻ്റെ ഫ്രണ്ട്സിനാണ്, താൻ ഇൻവൈറ്റ് ചെയ്യുന്നവർക്കാണ്. ഒരു ബഹുമതിയായിട്ടാണ് വെള്ളക്കല്ല് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുറ്റമോചനം, നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം തന്ന കർത്താവിൻ്റെ ക്രൂശ് മരണം. ആ ക്രൂശ് മരണത്തിലൂടെ പാപമോചനം ലഭിച്ച ദൈവമക്കൾക്ക് ദൈവം വെള്ളക്കല്ല് തന്നിരിക്കുക, സ്വർഗത്തിലേക്കുള്ള എൻട്രൻസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു ഈ വെള്ളക്കല്ല്. അപ്പോൾ ഇത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് വന്നതായി കല്ല്. അത് ദൈവ സാന്നിധ്യം, രാജാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പോലെ ദൈവ സാന്നിധ്യം വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവേദനുണ്ട്.
എനിക്ക് പകരക്കാരനായി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ എൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഞാൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വന്ന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ഹൃദയാന്തർഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ എനിക്കൊരു വെള്ളക്കല്ല് തരിക. ഞാൻ വിമുക്തനായി. സ്വർഗത്തിലേക്കുള്ള എൻട്രൻസ് എനിക്ക് ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ വെള്ളക്കല്ല് തരുന്നതോടുകൂടെ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതാണ് ജയാളികളായി ജീവിക്കണം. നാമധേയ ക്രിസ്ത്യാനികളായിട്ടല്ല, ജയാളികളായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ കർത്താവായ ക്രിസ്തുവിൽ നിന്ന് ആ വെള്ളക്കല്ല് പ്രാപിച്ചവരായിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം. യേശു ക്രിസ്തുവിനെ ഹൃദയാന്തർഭാഗത്ത്, എൻ്റെ കർത്താവ്, എൻ്റെ പാപത്തിന് പകരക്കാരനായി നീ മരിച്ചു, നീൻ്റെ എൻ്റെ ഹൃദയത്തെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. എനിക്കിനി പാപ വഴികളിൽ പോകണ്ട. എൻ്റെ ദൈവമേ, നിനക്കായി ജീവിപ്പാൻ ഞാൻ കാക്ഷിക്കുന്നു എന്ന് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ആ വെള്ളക്കല്ല് തരികയാണ്. ഇനി കർത്താവിന് അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? ഇവൻ വിജയാളിയായി ജീവിക്കണം. ലോകത്തിന് അനുരൂപമായിട്ടല്ല, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവ തിരുഹിതം ഇന്നതെന്നറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് വിജയാളികളായി ഓടുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.